സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാതവന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും ഉണ്ടാകത്തക്ക വിധത്തിലുള്ള മനസ്സും ചിന്തകളും പ്രവൃത്തിയും ഉണ്ടാവട്ടെ. ലോകത്തിൽ കാണുന്ന നന്മകൾ അതിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ലോകത്തിൽ കാണുന്ന തിന്മകൾ അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ലോകത്തിൽ ആർക്ക് അപ്രകാരം സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സാധിക്കും. ഭാരതീയരുടെ ജന്മലക്ഷ്യത്തിൽ തന്നെ, മാർഗത്തിൽ തന്നെ രണ്ടും ഒന്നാണ്. നമുക്ക് ജന്മലക്ഷ്യവും ജന്മമാർഗവും ഒന്നാണ്. ധർമാർത്ഥ കാമമോക്ഷം. ധാർമ്മികമായിട്ട് ജീവിക്കുക അത് ലക്ഷ്യവും മാർഗവുമാണ്. ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക ലക്ഷ്യവും മാർഗവുമാണ്. ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക നമ്മുടെ ലക്ഷ്യവും മാർഗവുമാണ്. ധാർമ്മികമായിട്ട് ഇതിൽ നിന്നെല്ലാം സാവധാനത്തിൽ പിൻവാങ്ങുക. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത സ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് ആശ്രമത്തിലാണ് ഇപ്പോ എന്ന്. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞു, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥത്തിലാണ്. പക്ഷെ ഞാൻ കാട്ടിലേക്ക് പോകുന്നില്ല. എൻ്റെ വീട് തന്നെയാണ് എൻ്റെ കാട്. വാനപ്രസ്ഥത്തിൽ നിന്ന് ഞാൻ സന്യാസത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ സന്യാസം. അവര് സെമി ഷോക്ക് അടിച്ചു. അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വാനപ്രസ്ഥം സാധിക്കുമോ? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സന്യാസം സാധിക്കുമോ? അതൊരു പുതിയ അറിവാന്ന് അവർ പറഞ്ഞു. ഭാരതീയ പൈതൃകമായിട്ട് നല്ലോണം പരിചയമുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ യാത്രയിൽ കുറേയധികം വിദേശികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിത്വവും കൂടിയാണ്. അപ്പം നമ്മളൊക്കെ ഒരു 19 വയസ്സ് കഴിഞ്ഞാൽ വീട് തന്നെയാണ് നമ്മളുടെ വാനപ്രസ്ഥത്തിന്റെ കേന്ദ്രം. വീട് തന്നെയാണ് സന്യാസത്തിന്റെ കേന്ദ്രം. ധാർമ്മികമായിട്ട് ജീവിച്ച്, ധാർമ്മികമായിട്ട് സമ്പത്തുണ്ടാക്കിയിട്ട്, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച്, ധാർമ്മികമായിട്ട് ഇതിൽ നിന്ന് സാവധാനത്തിൽ മോചനം നേടുക. അതിന് നമുക്ക് ഒരു തൂണായിട്ട് നിൽക്കുന്നത്, പവർഫുൾ പില്ലർ, അത് ഈശ്വര വിശ്വാസമാണ്. ആ ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന വാക്ക്, ഫെയ്ത്ത് ഇൻ ഗോഡ്, ബിലീഫ് ഇൻ ഗോഡ്, ഇത് രണ്ടും ഇന്ത്യൻ വാക്കുകളല്ല. നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളതിനോടാണ് ഈ വിശ്വാസം. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഭക്തിയാണ് നമുക്ക് ഈശ്വരനോടുള്ളത്. അതിന് പലർക്കും ഒരു രൂപം വേണം. നമ്മുടെ ശരഭോപനിഷത്ത് പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദേവതയ്ക്കും ഒരു രൂപമുണ്ടെങ്കിൽ ആരാധിക്കാൻ എളുപ്പമാണ്. കുട്ടികളെ ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് ഭൂമി പഠിപ്പിക്കുന്നതിന് ഗ്ലോബ്, ആറ്റത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് ആറ്റമത്തിന്റെ സ്ട്രക്ചർ വരച്ച് കാണിക്കാം, സോളാർ സിസ്റ്റത്തെയും ഗാലക്സിയെയും കുറിച്ച് കാണിക്കുന്നതിന് അതിന്റെ ചിത്രവും മാപ്പും കാണിക്കാം. പല പല സെല്ലുകളും മനുഷ്യ ശരീരത്തിലോ മൃഗങ്ങളുടെ ശരീരത്തിലോ സസ്യലതാദികളിലുള്ളതിലോ അത് കാണിക്കാൻ മൈക്രോസ്കോപ്പിലൂടെ കണ്ടതിന്റെ ചിത്രം കാണിച്ചു കൊടുക്കാം. ചിലത് ഒറിജിനൽ ആണ്, ചിലത് ഫോട്ടോ ആണ്, ചിലത് സിമ്പിൾ ആണ്. നമുക്ക് ഈ ബ്രഹ്മാവും ഇല്ല, വിഷ്ണുവും ഇല്ല, ശിവനും ഇല്ല. പക്ഷെ അവർക്ക് രൂപം കൊടുത്തു. നമ്മള് എത്ര പവർഫുൾ ആയിട്ടാ രൂപം കൊടുത്തതെന്നറിയാമോ? ഇന്ന് കെമിസ്ട്രിയും ഫിസിക്സും എൻവയോൺമെന്റൽ സയൻസും ബയോ കെമിസ്ട്രിയും അതുമാതിരിയുള്ള സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ടോപ്പ് സയന്റിസ്റ്റുമാർക്ക് എങ്ങനെയാണോ അവരുടെ വിഷയങ്ങളിൽ അവർക്ക് രൂപഭാവങ്ങൾ കാണാൻ സാധിക്കുന്നത് അകക്കണ്ണുകൊണ്ട്, അതേപോലെയാണ് നമ്മുടെ പൂർവികർ ചെയ്തത്. അവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ധ്യാനിച്ചു. എന്തായിരിക്കും ഈ പ്രപഞ്ചം? അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കി. ധാരണ മാർക്കറ്റിൽ പോയിട്ട് എന്തെല്ലാമാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ. ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ. വഴക്കിടാൻ പോകുമ്പോൾ മറ്റേ ആളോട് പറയേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ധാരണ. വക്കീലിനോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ.
ആ ധാരണ പ്രപഞ്ചത്തെക്കുറിച്ച് ഉണ്ടാക്കി. എന്നിട്ട് കണ്ണടച്ച് മൊത്തം ശരിക്ക് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ അവിടം വരെ എത്തി. ചുറ്റുപാടുകളിൽ നിന്ന് ശ്രദ്ധയകത്തേക്ക് എടുത്തു. അപ്പൊ അവർക്കൊരു രൂപം കിട്ടി. കുറേ കാലത്തെ തപശ്ചര്യയ്ക്ക് ശേഷം ഒരു രൂപം കിട്ടി. അതാണ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ വിവരിച്ചത്. ഇന്നലെ വരെ വിവരിച്ചുകൊണ്ടേയിരുന്നത്, ഇന്നും വിവരിക്കുന്നത്. വിശ്വരൂപം അവർക്ക് ധ്യാനിച്ചു കിട്ടിയത് അകക്കണ്ണുകൊണ്ട്. ഐശ്വര്യം അതൊരു സ്ത്രീ ചൈതന്യമാക്കി മാറ്റി. അപ്പൊ അവർ ധ്യാനിച്ചു. അപ്പൊ അവർക്ക് ലക്ഷ്മിയുടെ രൂപം കിട്ടി. വിദ്യ അത് സ്ത്രീ രൂപമാണ്. അപ്പൊ അവര് വിദ്യ, അറിവ്, അതിനെക്കുറിച്ച് ധ്യാനിച്ചു അകക്കണ്ണുകൊണ്ട്. അപ്പൊ അവർക്ക് സരസ്വതിയുടെ രൂപം കിട്ടി. അതൊരു ഫ്ലോ ആണ്, സരസ് പോലെ. ശക്തിയുടെ രൂപത്തിൽ അവർ ധ്യാനിച്ചു. ധാരണ ശക്തി എന്ന ധാരണ ഉണ്ടാക്കിയിട്ട് ധ്യാനിച്ചു. അപ്പോ അവർക്ക് പാർവതിയുടെ രൂപം കിട്ടി. അതാണ് യഥാർത്ഥത്തില് ധാരണ. ഈ ശരഭോപനിഷത്ത് പറയുന്നു, ശിവനെ മാത്രം ധ്യാനിച്ചപ്പോ നിങ്ങളും ശിവനെ ധ്യാനിക്കുകയാണെങ്കിൽ ആ ധ്യാനിക്കുന്ന ശിവന് 2 രൂപമാണ് വരുന്നത്. ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞ മാതിരി ഒന്ന് വയലന്റ് ആയിട്ടുള്ള താണ്ഡവ നൃത്തമാടുന്ന പ്രപഞ്ചത്തിന്റെ രൂപം രൗദ്രഭാവത്തിലെ ശിവൻ, 2 ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു ശില പോലെ. അത് കൃത്യമായിട്ട് മൗണ്ട് കൈലാസ പർവ്വതത്തിന്റെ സിംബിളാണ് ശിവലിംഗം. വിന്ധ്യാപർവ്വതത്തിന് വടക്ക് ശിവലിംഗം മിക്കവാറും ഇങ്ങനെയാണ്. അവിടെ നിന്ന് തെക്കാണ് ശിവലിംഗം നേരെ ഉയരുന്നത്, ഈ രീതിയിൽ വരുന്നത്. നമ്മൾ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണാം ശിവലിംഗം ഇങ്ങനെയാണ്. അത് മൗണ്ട് കൈലാസിന്റെയാണ് മിനിയേച്ചർ ഫോം. ആ കൈലാസ പർവ്വതത്തിൽ നിന്ന് വടക്കോട്ട് മംഗോളിയ വരെ, തെക്കോട്ട് മൊറീഷ്യസ് വരെ, കിഴക്കോട്ട് സിംഗപ്പൂര് വരെ, പടിഞ്ഞാട്ട് ഇറാഖ് വരെ ഈ മൗണ്ട് കൈലാസിന്റെ സ്വാധീനം ഉണ്ട് എന്ന് ഡിസ്കവറി ചാനൽ പറയുന്നു. അത്രയും സ്വാധീനമുള്ള ഭൂമിയിലെ ഒരു പർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവൻ. ശരഭോപനിഷത്ത് പറയുന്നു, ആ ശിവശക്തിയെ, ആ സംഹാരശക്തിയാണ് എല്ലാം മംഗളകരമാക്കുന്നതും. ഡിസ്ട്രക്ഷൻ ഫോർ ദി കൺസ്ട്രക്ഷൻ, ശം പ്ലസ് കരൻ, ശങ്കരൻ. ഡിസ്ട്രക്ഷൻ ഫോർ ദി കൺസ്ട്രക്ഷൻ ചെയ്യുന്നതുമെല്ലാം ആ ശക്തിയാണ്. ആ ശക്തിക്ക് ഒരു ധ്യാനമന്ത്രമുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് പറയുകയും ചെയ്തിരുന്നു. ബിഭ്രതോർഭിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസാധ്യയോ മുക്ത പരാഗാമൃതരസകിലതാദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷകോടീരകോടിരഘടിത തുഹിതരോചിഷ്കല ഉത്തുംഗമൗലി എന്നതാണ്. ആ ശിവന്റെ രൂപം അകത്ത് ധ്യാനിച്ച് ആ കിട്ടിയ രൂപത്തിന് മന്ത്രരൂപത്തിലുള്ള വിവരണമാണ് ധ്യാനമന്ത്രം.